പണ്ടെല്ലാം 17 വയസ്സിലാണ് ഉണരുക. ഇപ്പോ 12, 11 വയസ്സിൽ പെൺകുട്ടികൾ ഋതുമതിയാകുക, ആൺകുട്ടികൾക്ക് പ്രേമക്കുരു പൊന്തുക. കാരണം എന്താ? ഹോർമോൺ കൂടുതലാ. പണ്ടെല്ലാം നമ്മളെല്ലാം ബാല്യത്തിൽ യേശുദാസിന്റെ ചെറുപ്പകാലത്തൊക്കെ എന്തുകൊണ്ടാ ഹോർമോൺ ഉണ്ടാണ്ട്? അപ്പുറത്തെ ദേവികയെ അടുത്ത് ചോദിക്കും, മോനെ ഉച്ചക്കെന്നാ കറി വെച്ച്? ചക്കക്കുരുവും വെള്ളരിക്കും ഓലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലെ, ഒരേ കറിയായിരിക്കും. ഇപ്പോഴുണ്ടോ അങ്ങനെ? ഇപ്പൊ എന്തെല്ലാം ഭക്ഷണ, എത്ര തേങ്ങ അരക്കുന്നു, എത്ര വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു. നല്ല ഭക്ഷണല്ലേ. കൊഴുപ്പ് കൂടുമ്പോ അവർക്ക് നേരത്തെ ഹോർമോൺ ഉൽപാദനം ആരംഭിക്കുക. ആ ഹോർമോൺ ഉൽപാദനം ആരംഭിക്കുമ്പോ ശരീരം മുന്നോട്ട് കുതിക്കും, മുയൽ കിടന്നുറങ്ങും. ആ പയ്യന്റെ മനസ്സ് കിടന്നുറങ്ങി, ശരീരം പോയി ആശുപത്രിയിലായി. മനസ്സിലായോ? ഈ മനസ്സ് ശക്തിപ്പെടുത്താൻ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മൂല്യമുണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ മക്കളുടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മനസ്സ് ശക്തിപ്പെടുത്താൻ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ശരീരം വളർത്തുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമല്ലാണോ? അത് ഹോട്ടലാ. നിങ്ങളുടെ വീടെന്ന് പറയുന്നത് കിടന്നുറങ്ങാനുള്ള ബെഡ്റൂമുള്ള സ്ഥലമാണോ? അത് ലോഡ്ജാ. നിങ്ങളുടെ വീടെന്ന് പറയുന്നത് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണോ? അത് ക്ലോക്ക് റൂമാ. നിങ്ങളുടെ വീടെന്ന് പറയുന്നത് വിസർജിക്കുവാനുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് ആണോ? അത് കംഫർട്ട് സ്റ്റേഷനാ. അതല്ല വീട്. വീടെന്ന് പറയുന്നത് കൂടുമ്പോ ഇമ്പമുള്ള, എന്താ ഇമ്പം? കൂടുമ്പോ ഭൂകമ്പം ഉണ്ടാകുന്നതല്ല, കൂടുമ്പോ ഇമ്പമുണ്ടാകുന്ന കുടുംബം, ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന, അതാ സഹ അവവധു. മനസ്സിലായോ? ഒത്തുചേർന്നിട്ട് ഈ ലോകത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ നിങ്ങളുടെ വീട്? അത് ഇല്ലെങ്കിൽ നിങ്ങൾ മൂല്യത്തെ പറ്റി എന്തിനാ പറയുന്നത്? എന്റെ മക്കള് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരാതി പറയുന്ന അമ്മയും അച്ഛനും ശ്രദ്ധിക്കേണ്ടത്, ഈ മക്കളുടെ മനസ്സ് വളർത്താൻ എന്തെങ്കിലും ചെയ്തോ? അവൻ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വാട്ട് ഈസ് അമ്മ? മോൻ ഉടൻ തന്നെ ഗൂഗിളിൽ തപ്പും, വാട്ട് ഈസ് അമ്മ. ഗൂഗിള് നോക്കിയിട്ട് അമ്മേന്റെ അർത്ഥം എന്താ? ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവൾ, മുലയൂട്ടിയവൾ, ദോശ ചുട്ടു തരുന്നവൾ, വസ്ത്രം അലക്കി തരുന്നവൾ. സ്കൂൾ ബസ് വരുമ്പോ ഞാനിങ്ങനെ നിന്നുകൊടുക്കുകയെ വേണ്ടു. കുപ്പി വെള്ളവും സ്ലേറ്റും പെൻസിലും എല്ലാം എടുത്ത് ബാഗ് എടുത്തിട്ട് 2 കൈയിലൂടെ അങ്ങ് കിട്ടിയിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റിൽ തള്ളിക്കയറ്റും പോലെ വണ്ടി തള്ളി അങ്ങ് കയറ്റിയിട്ട്, ഇന്നത്തെ കഴിഞ്ഞു, ഇനി നാളെയല്ലേ നോക്കണ്ടു എന്ന് പറയുന്നവൾ. ഇതാണ് അമ്മ എന്നാണ് അവന്റെ മനസ്സിലെ സങ്കല്പം. എന്നാൽ അമ്മ എന്ന പദത്തിന്റെ മൂല്യാധിഷ്ഠിതമായ അർത്ഥമറിയണ്ടേ? കുടുംബം. രാമായണം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ? രാമായണം വായിക്കുമ്പോൾ എന്താണ് മകനെ നിൻ മുഖാംബുജം പാടുവാൻ എന്ന് പറഞ്ഞ് കരയുന്ന കൗസല്യയും രാമനും തമ്മിലുള്ള ബന്ധമറിയണ്ടേ? നിനക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അമ്മയോട് രാമൻ പറയുകയാണ്, അമ്മേ ഞാൻ അച്ഛനെ അനുസരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോ കരയുന്ന അമ്മ. ആ പുരാണം നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മറ്റൊരുത്തന്റെ അമ്മ കാട്ടിലേക്ക് ജ്യേഷ്ഠന്റെ നിഴലായിട്ട് പോകുന്ന ലക്ഷ്മണനെ വിളിച്ചിട്ട് സുമിത്രാദേവി പറഞ്ഞ വാക്ക് രാമായണത്തിലെ ഉത്തമ ശ്ലോകമല്ലേ? രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദ യഥാസുഖം. വരരുചിയ പറഞ്ഞ രാമായണത്തിലെ ഉത്തമ ശ്ലോകം ഇതാണ്. മോനെ, നീ കാട്ടിലെത്തിയാൽ രാമനെ ദശരഥന് അച്ഛന് തുല്യമായി കാണണം, അമ്മയായിട്ട് സീതയെ കാണണം, കാടിനെ അയോധ്യയായിട്ട് കാണണം. മകനെ സുഖമായി പോയി വരിക. ആ സുഖം അനുഭവിക്കാൻ അവന് കരുത്തു കൊടുത്തു. കാട്ടിൽ അയോധ്യയെ പോലെ കാണാൻ കഴിഞ്ഞാൽ കരുത്തു കൊടുത്തു. അതുകൊണ്ട് അവൻ കാട്ടിൽ യാതൊരു പ്രയാസമില്ലാതെ, രാമന്റെ കൂടെ ഒന്നുമില്ല, സീതയുണ്ടില്ലേ, ലക്ഷ്മണന്റെ കൂടെ ആരുണ്ട്? അവൻ ഇങ്ങനെ കാവലായിട്ട് നിന്നത് കൊണ്ടല്ലേ രാമനും സീതയ്ക്കും ആകെ സമാധാനം കിട്ടിയ കാട്ടിൽ മാത്രം. കൊട്ടാരത്തിലുള്ളപ്പോഴെല്ലാം കച്ചറിയേനും അല്ലേ, ഭാര്യയായിരുന്നല്ലോ. രാജാവാക്കാന്ന് ദശരഥം പറഞ്ഞ അതിന്റെ ഒരിക്കലും നടത്തി കുരുത്തോലെല്ലാം നോക്കി പോയി കിടന്നുറങ്ങിയ പിറ്റേന്ന് രാത്രിക്ക് കൈകൈ പറ്റിച്ച് ദശരഥം പണ്ട് 2 വരം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ വരം അക്കൗണ്ടിൽ ഇട്ടേന്ന് പറഞ്ഞു. തൽക്കാലം ആവശ്യമില്ല, പിന്നെ എടുത്തോളാം. അതിന്റെ പലിശക്ക് പലിശ അടക്കം ഇവള് വിഡ്രോ ചെയ്ത്. ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലേക്കണം. ഇതാ പറഞ്ഞത്. ഭാര്യക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പിന്നേക്ക് മാറ്റി വെക്കരുത്, അന്നേരം കൊടുത്തിട്ട് സബൂറാക്കിക്കൊള്ളണം, ഇല്ലേ ചൊറയാ. മനസ്സിലായോ? പിന്നേക്ക് വെച്ച ആപത്താ. അപ്പോ അങ്ങനെ കൊട്ടാരത്തിൽ എപ്പോഴും രാമന് ദുഃഖം മാത്രമേ ഉള്ളൂ.
സീതയെ തിരിച്ചു കൊണ്ടുവന്നപ്പോ സീതയ്ക്ക് പാതിവ്രത്യ ഭംഗമുണ്ടെന്ന് ആരോപണം ഉണ്ടായിട്ട് അവളെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പിന്നെ സീതയില്ലാതെ നരകിച്ച് ജീവിക്കേണ്ടി വന്നു അല്ലേ? അപ്പോ രാമനും സീതയ്ക്കും സുഖം കിട്ടിയത് കാട് മാത്രമാണ്. കാനനത്തിൽ ശരത്കാല ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങുമണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ എന്ന് പറഞ്ഞു നടന്നത് ലക്ഷ്മണന്റെ കാവലുള്ളത് കൊണ്ടാണ്. ആ ലക്ഷ്മണനും അമ്മയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക്? പിന്നെ എങ്ങനെയാ നിങ്ങൾ അമ്മയെ മക്കൾ സ്നേഹിക്കുക? ഇനി സഹോദര ബന്ധം. കാട്ടിൽ നിന്ന് സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോ ആ പോകുന്ന പോക്കിൽ സീത തന്റെ ആഭരണങ്ങൾ ഒരു തുണിയിലെടുത്തിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന കുരങ്ങന്മാരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തു. സീതാന്വേഷണത്തിന് പോകുന്ന രാമനും ലക്ഷ്മണനും ഈ വാനരന്മാരെ സുഗ്രീവനെയും ഹനുമാനെയും കണ്ടപ്പോ അവര് പറഞ്ഞു, ഇങ്ങനെ ഒരു കെട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് നിങ്ങളുടേതാണോ? തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ ആഭരണങ്ങൾ കണ്ടിട്ട് രാമൻ വിലപിക്കുക, അയ്യോ പ്രിയപ്പെട്ട ആഭരണങ്ങളെ, നിങ്ങളും എന്റെ സീതാദേവി ഉപേക്ഷിച്ചു പോയോ എന്ന് പറഞ്ഞ് കരയുമ്പോ ഉറപ്പ് വരുത്താൻ വേണ്ടി ലക്ഷ്മണനോട് ചോദിക്കുക, ലക്ഷ്മണ ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ? ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ ഞാൻ നോക്കിയിട്ടില്ല ജ്യേഷ്ഠ. മാല കാണിച്ചിട്ട് ചോദിച്ചു, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടേതല്ലേ? ഞാൻ കണ്ടിട്ടില്ല ജ്യേഷ്ഠ. മോതിരം ഞാൻ അറിയില്ല. അവസാനം പാദസരങ്ങൾ കുലുസു കാണിച്ചപ്പോ പറഞ്ഞു, ഇതെന്റെ ജ്യേഷ്ഠത്തിയുടേതാ. ഞാൻ എല്ലാ ദിവസവും ആ പാദങ്ങളിൽ പുഷ്പമർപ്പിച്ച് തൊഴുമ്പോ ആ പാദസരം ഞാൻ കാണാറുണ്ട്. ആ മൂല്യം, ജ്യേഷ്ഠപത്നിയോട് കാണിച്ച മൂല്യം കണ്ടില്ലേ? മൂല്യം കണ്ടോ? മനസ്സിലാക്കണം. അല്ലാതെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എത്ര വളയുണ്ടെന്ന് അനിയനല്ല, ഓരോ മാല എത്ര തൂക്കമുണ്ടെന്ന് അനിയനല്ല. ജ്യേഷ്ഠപത്നിയുടെ ആഭരണങ്ങൾ ഒരിക്കൽ പോലും നോക്കാത്ത അനുജൻ. ആ ലക്ഷ്മണൻ ഇത്രയും കാലം കാട്ടിൽ താമസിക്കുമ്പോൾ അതിന്റെ ഒരു വ്യാഴവട്ടക്കാലം ഭർത്താവ് ഇവിടെയുണ്ടെന്നറിയാതെ കാട്ടിൽ പെട്ടുപോയോ? കാട്ടുതീയിൽ പെട്ടുപോയോ? അല്ല മൃഗങ്ങൾ പിടിച്ചു തിന്നോ? രാക്ഷസന്മാരാൽ കൊല്ലപ്പെട്ടോ എന്ന് ഒരു വിവരമില്ലാതെ 10-14 കൊല്ലം കൊട്ടാരത്തിൽ നിന്നൊരു പെണ്ണുണ്ട്. അവളുടെ പേരാണ് ഉർമിള. അല്ലേ? ഉർമിള ഗൾഫിൽ ഭർത്താവ് പോയാൽ 2 ദിവസം കഴിയുമ്പോൾ ഫോൺ വിളിക്കും അല്ലേ? ദിവസവും വാട്സപ്പിൽ വിളിക്കും, കത്തെഴുതും. 2-3 കൊല്ലം പിന്നെ നാട്ടിൽ വരും. ഇത് ഒരു വിവരമില്ലാതെ ഭർത്താവിന്റെ മാതാക്കളെയും ശുശ്രൂഷിച്ചിട്ട് കൊട്ടാരത്തിൽ കഴിഞ്ഞ ആ ഉർമിളയുടെ സഹനശക്തിയുടെ ത്യാഗത്തിന്റെ പ്രതിഫലമാണ് ലക്ഷ്മണന്റെ സാന്നിധ്യം രാമന് ലഭിച്ചത്. അതുകൊണ്ട് മനോഹരമായ ഒരു രംഗമുണ്ട്. രാവണവധം കഴിഞ്ഞ് തിരിച്ചെത്തിയ രാമൻ അർദ്ധരാത്രിയിൽ ആരും കാണാതെ ഉറങ്ങിക്കിടക്കുന്ന ഉർമിളാദേവിയുടെ പാദങ്ങൾ തൊട്ടിട്ട് കരയുന്ന രംഗം നിങ്ങൾ ആരും കണ്ടോ? രാമായണം ഇങ്ങനെ വെറുതെ വായിക്കും, ഒന്നും ശ്രദ്ധിക്കില്ല. കണ്ണീർ വാർത്തുകൊണ്ട്, പ്രിയപ്പെട്ട അനുജത്തി, നിന്റെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് എന്റെ ജീവിതത്തിന്റെ നേട്ടമെന്ന് പറയുന്ന രാമനെ മൂല്യാധിഷ്ഠിതമായ കുടുംബ ബന്ധങ്ങളുടെ കൃതിയായിട്ട് രാമായണം കാണണ്ടേ? ഇതെല്ലാം വീട്ടിൽ നിന്ന് പരസ്പരം ചർച്ച ചെയ്യണ്ടേ? സഹ അവവധു, അത് സഹനോ ഭുനക്തു, ഒരുമിച്ച് തിന്നലല്ല, ഒരുമിച്ച് ചർച്ച ചെയ്തിട്ട് അത് മനസ്സുകൊണ്ട് ഭുജിക്കണം. ഭജനയും ഭുജിക്കലും രണ്ടും. വായ കൊണ്ട് ചവച്ചരച്ച് തിന്നുന്നതാണ് ഭുജിക്കൽ. വായ കൊണ്ട് ചർവിതമായിട്ട് ചൊല്ലിപ്പടിക്കലാണ് ഭജിക്കൽ. മനസ്സിലായോ? ആ ഭജനയും ഭുജിക്കലും ഒന്നിച്ചു ചേരുമ്പോ അതാണ് സഹനവും ഭുനക്തു. കാര്യങ്ങൾ അറിയണം. മാതൃത്വം എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം പുഴുങ്ങിത്തരുന്നവളല്ല, അല്ലേ? ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും സുന്ദരമായ പാട്ടുകൾ പാടുന്നവൾ ആരാ? അമ്മയല്ലേ? ഏറ്റവും സുന്ദരമായ പാട്ട് പാടുന്ന ആരാ? അമ്മയാ. ആ പാട്ടേതാ? താരാട്ടുപാട്ടാ. ആ താരാട്ടുപാട്ടുകളിൽ അമ്മമാർ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ പോലും മനഃശാസ്ത്രപരമാണ്. ഈ എന്നുള്ള സ്വരാക്ഷരങ്ങൾ മാത്രം പാടിയ കുട്ടിക്ക് അക്ഷരങ്ങൾ വ്യഞ്ജിപ്പിച്ച് പറയാൻ കഴിയില്ല. എന്നാൽ കാക്കാ കാക്കാങ്ങ എന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ പറഞ്ഞാലോ
വ്യഞ്ജനാക്ഷരങ്ങളില്ലേ, കാന്ന് തുടങ്ങിയിട്ട് മാന്ന് അവസാനിക്കുന്നത്, അതാ കമാന്നൊരക്ഷരം വേണ്ടിയില്ല എന്ന് പറയുന്നില്ലേ? അന്ന് ഈ കമാ എന്ന് പറയുന്നത് കാക്കാ കാക്കാങ്ങ മുതൽ പാപ്പ പാപ്പ മാ വരെ, അതാണ് കാ മുതൽ മാ വരെ, അതാ കമാന്നൊരക്ഷരം. മനസ്സിലായോ? ഈ കമാന്നുള്ള അക്ഷരം എന്താന്ന് മനസ്സിലായോ? ആ കമാന്നുള്ള അക്ഷരത്തിൽ താരാട്ട് പാടിയോക്ക് കാക്കാ കാക്കാ എന്ന് പാടിയാൽ കുട്ടിക്ക് ഉറക്ക് വരൂല, അതിന്റെ പരിക്കൻ ശബ്ദം കൊണ്ട്. അതുകൊണ്ട് സ്വരമല്ല വ്യഞ്ജനമല്ല, മധ്യമാക്ഷരങ്ങളാണ്. യാരാലാവേല അമ്മമാർ പാട്ട് പാടുക, യാ 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 യാ, തമിഴന്മാര് യാല പാടുക. നമ്മൾ രാരീ രാരീരം രാരോ രാ ലാ 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 വാവേ വാവം വാവോ യാരാലാവ. മനസ്സിലായ? അങ്ങനെ പാടി ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കിടത്താൻ വേണ്ടി പോകുന്ന ഒരു അമ്മയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓ, അതൊരു വല്ലാത്ത രംഗാട്ടോ. ഒരു കൈമ കുട്ടീനെ എടുത്തിട്ട് നടന്നിട്ട് മുട്ടും കുത്തിയാടി ഇരുന്ന് ഒരു പായെടുത്താടി ഇട്ട് അതിൻ്റെ മേലെ ഒരു തുണി ഒറ്റ കൈ കൊണ്ട് എടുത്തിട്ടിട്ട് കുട്ടീനെ ആടെ കിടത്തിയിട്ട് ചന്തീൻ്റെ അടിയിലെ കൈ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പുലിമുരുക സിനിമയിൽ പോലും ഉണ്ടാവില്ല ഇത്ര നല്ല സ്ലോ മോഷൻ. കണ്ടിട്ടുണ്ടോ? എന്നിട്ടൊരു പുതപ്പെടുത്ത് മേലിട്ട് തുടമേൽ രണ്ട് മുട്ടും മുട്ടി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നല്ല മുട്ടും കുത്തി എണീറ്റ് മുടിയും കെട്ടി പടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു തിരിഞ്ഞോട്ടോ, എൻ്റെ കുഞ്ഞുമോളൊക്കെ തെളിയുന്നുണ്ടാവോളീ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൻ്റെ ചാരുത കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുട്ടീൻ്റെ അച്ഛനെ കൊച്ചേന്ന് വിളിക്കണം. മനസ്സിലായോ? എന്തൊരു ചാരുതയാണത്. തൻ്റെ കുട്ടി ഉറങ്ങുമ്പോൾ മൂന്ന് ലോകവും ഉറങ്ങിത്തരണമെന്ന് ആഗ്രഹിക്കുന്നവളെ അമ്മ എന്ന് പറയാം. ഒരു കണ്ണാൽ സൂര്യനുറങ്ങേ, മറുകണ്ണാൽ തിങ്കളുറങ്ങേ, തൃക്കൈയിൽ വെണ്ണയുറങ്ങേ, മാമൂണിന് ഭൂമിയൊരുങ്ങേ, തിരുമധുരം നാവിലുറങ്ങേ, തിരുനാമം മനസ്സിലുറങ്ങേ, എന്നുണ്ണിക്കണ്ണനുറങ്ങാൻ മൂലോകം മുഴുവനുറങ്ങേ, മൂലോകം മുഴുവനുറങ്ങേ എന്ന് പാടുന്നവൾ അമ്മ. മനസ്സിലായോ? കുയിലിന്റെ പാട്ട് കേട്ടാ ദേഷ്യം വരും. കുയിലേ, നിന്റെ പാട്ടിന്റെ വോളിയം കുറക്ക്. നിലാവെളിച്ചം കാണുമ്പോ, നിലാവേ, നിന്റെ ശിശിരരശ്മികൾ ജനലഴികൾക്കിടയിലൂടെ കടന്നു വന്ന് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കൺപോളകൾ സ്പർശിച്ചിട്ട് അവന്റെ സ്വപ്നങ്ങളുടെ നിറം കെട്ടുപോകാതിരിക്കാൻ നിലാവേ നിന്റെ വോൾട്ടേജ് കുറക്കണേ എന്ന് പറയുന്നവളാ അമ്മ. ഒന്നിനി ശ്രുതി താത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതട്ടു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന് പാടുന്നവൾ അമ്മ. അമ്മ എന്ന മൂല്യം മനസ്സിലായോ? അമ്മ എന്ന രണ്ടക്ഷരമല്ല, അമ്മയെ പോലെ അച്ഛൻ എന്നതിന് വേറെ മൂല്യം. സഹോദരൻ, അമ്മമ്മ, അമ്മായി, മുത്തശ്ശൻ, മുത്തശ്ശി, ഇതിനെല്ലാം ഓരോ പരിവേഷമുണ്ട് ശബ്ദത്തിന്. ആ പരിവേഷം ഉൾക്കൊള്ളുന്നത് ആണ് സഹനോ ഭുനക്തോ. കുടുംബ ബന്ധങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഓരോ വാക്കിന്റെയും ഓരോ ബന്ധത്തിന്റെയും മൂല്യം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമുണ്ടല്ലോ നമുക്ക് മറ്റു പക്ഷിമൃഗാദികൾക്കില്ലാത്തൊരു വീര്യം, സഹവീര്യം, ഒരു അധ്വാന ശക്തി, ഒരു ചിന്താ പ്രവർത്തന ശക്തി. സഹവീര്യം കരവാവഹി. ഈ മൂന്ന് പ്രക്രിയ ഉണ്ടാവുമ്പോ നിങ്ങളുടെ മനസ്സിൽ പ്രകാശത്തിന്റെ മൂല്യം ഉണ്ടാകും. അതാണ് തേജസ്വിനാവധീതമസ്തു. ഇതുണ്ടായ പിന്നെ മാ വിദ്യുഷാവഹി, ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. ഈ ചർച്ച നിങ്ങളുടെ വീട്ടിൽ നടക്കാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒത്തുചേരാറുണ്ടോ? നന്മയെ പറ്റി ചർച്ച ചെയ്യാറുണ്ടോ? ഒരു കവിത ചൊല്ലാറുണ്ടോ? ഒരു കഥ പറയാറുണ്ടോ? ഒന്നുമില്ലാതെ ദൈവം എന്താ? കൃഷ്ണൻ എപ്പോഴും കൃഷ്ണൻ ഒരു നന്നായി പണിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും കൃഷ്ണനെ പ്രാർത്ഥിക്കും. കൃഷ്ണ, നീ ഒരിക്കൽ എൻ്റെ അരികിൽ വരണേ കൃഷ്ണ, നീ ഒരിക്കൽ എൻ്റെ അരികിൽ വരണേ കൃഷ്ണ. എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാ കിടക്കുക. ഒരു ദിവസം രാത്രിയിൽ ഓടക്കുഴൽ വിളി കേട്ടു. ആ ഓടക്കുഴൽ വിളിയും ഒരു ശബ്ദം കേട്ടു. നാളെ ഞാൻ നിന്റെ വീട്ടിൽ വരും. കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്
പ്രത്യേക ഇരിപ്പിടമൊരുക്കി, പ്രത്യേക ഭക്ഷണമൊരുക്കി കാത്തിരുന്നു. എല്ലാം കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന് കൃഷ്ണൻ വരുന്നുണ്ടോ നോക്കി ഇയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണൻ വന്നില്ല. സന്ധ്യയായിട്ടും കൃഷ്ണൻ വന്നില്ല. കൃഷ്ണന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമെല്ലാം തണുത്താറിപ്പോയി. അപ്പോഴാണ് നല്ല മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ. നല്ല മഴ, തണുത്ത കാറ്റ് വീശിയടിക്കുന്നു. അപ്പോഴാണ് ഒരു കുട്ടിയുടെ ദീനരോദനം, കരച്ചിൽ കേട്ടത്. ഇയാൾ കൊടയെടുത്തിട്ട് പുറത്തു പോയപ്പോ ഒരു പെണ്ണുങ്ങൾ കൊടയൊന്നും ഇല്ലാണ്ട് കുട്ടീനെയും പിടിച്ചിട്ട് ഇങ്ങനെ വിറക്കുന്നു. ഇയാൾ ഓടിപ്പോയിട്ട് കൊടയിൽ ഈ കുട്ടീനെയും പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് തന്റെ വീട്ടിലേക്ക് സ്വീകരിച്ചിട്ട് വേഗം തോർത്താൻ പറഞ്ഞ് കൃഷ്ണന് കൊടുക്കാൻ വെച്ച ഭക്ഷണമല്ല ഈ കുട്ടിക്ക് കൊടുത്ത്. ഒരാൾ വരും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതേനും അയാൾ വന്നിട്ടില്ല, നിങ്ങൾ കഴിച്ചോളി മക്കളെ. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസമായി, മുലേ പാല് പോലും ഇല്ല, പട്ടിണിയാണ്, എന്തെങ്കിലും പണി കിട്ടാൻ വേണ്ടി ടൗണിൽ വന്ന, കുട്ടിയുള്ളതുകൊണ്ട് ആരും പണിയും തരുന്നില്ല. അവസാനം കുട്ടിക്ക് വേണ്ട ഭക്ഷണം എല്ലാം കൊടുത്ത് കുറച്ച് ഉടുപ്പല്ലോ ഇയാൾ തന്നെ വാങ്ങിക്കൊടുത്ത് അയച്ചു. എന്നിട്ട് പറഞ്ഞു കുറച്ച് ഇന്ന് പണിക്ക് കിട്ടിയ കൂലിയുണ്ട്, അത് നിങ്ങൾ എടുത്തോളി, എൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ. അവര് പോയി. എന്നിട്ട് ഇയാൾ കൃഷ്ണ ഇനി വന്നാ ഒന്നും തരാനില്ല കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞു. രാത്രിയിലും കൃഷ്ണൻ വരാഞ്ഞിട്ട് ഇയാൾ വീണ്ടും ഒരുപാട് കരഞ്ഞു. കൃഷ്ണ എന്നെ പറ്റിച്ചല്ലോ. ഇയാൾ ഉറങ്ങി. രാത്രിയിൽ വീണ്ടും ഓടക്കുഴൽ വിളി, കൃഷ്ണ നീ വന്നില്ലല്ലോ കൃഷ്ണ. ഇയാൾ പറഞ്ഞു കൃഷ്ണ ആ പ്രകാശം പറയാ, ഓടക്കുഴൽ വിളി പറയാ, ആരാ പറഞ്ഞ ഞാൻ വന്നില്ലാന്ന്? ഞാൻ വന്നപ്പോ നീ എന്നെ കൊടയിൽ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭക്ഷണം തന്നില്ലേ, എനിക്ക് ഉടുപ്പ് വാങ്ങി തന്നില്ലേ, എന്റെ അമ്മയെ നീ ആശ്വസിപ്പിച്ചില്ലേ, ഞാൻ വന്നു, നിന്റെ സൽക്കാരം ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ അയാൾ കുമ്പിട്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു ക്ഷേത്രമുറ്റത്ത് ഇത്തരത്തിലൊരു വിഷയം തെരഞ്ഞെടുത്ത ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇവിടെ വന്നിരുന്നതിൽ, കേട്ടിരുന്നതിൽ നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിന്, ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.